നഗ്നമായ ശരീരത്തിൽ ഭസ്മം പൂശിയ, കഴുത്തിൽ സർപ്പങ്ങളെ അണിഞ്ഞ കൈലാസനാഥൻ. നമ്മൾ കണ്ടിട്ടുള്ള ശിവരൂപങ്ങളിൽ മിക്കപ്പോഴും ഭഗവാൻ പുലിത്തോലാണ് ഉടുക്കാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഭയാനകമായ ഒരു ആനത്തോൽ ഭഗവാൻ തൻ്റെ തോളിൽ പുതയ്ക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കരുണാമയനായ ഈശ്വരൻ ഇത്ര ഭീകരമായ ഒരു വസ്ത്രം ധരിക്കുന്നത്? ആ രഹസ്യത്തിന് പിന്നിൽ പ്രപഞ്ചത്തെ വിറപ്പിച്ച ഒരു ചോരക്കഥയുണ്ട്. അസുരരാജാവായ മഹിഷാസുരന്റെ പുത്രൻ ഗജാസുരൻ കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് അജയ്യമായ വരം നേടിയ അസുരൻ. ആനയുടെ രൂപമുള്ള ഈ രാക്ഷസൻ തൻ്റെ വലിപ്പത്തിലും കരുത്തിലും അഹങ്കരിച്ചു. ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗം കീഴടക്കിയ അവൻ ഒടുവിൽ ശിവന്റെ സ്വന്തം നഗരമായ കാശിയിലേക്ക് തിരിഞ്ഞു. അവിടുത്തെ ഋഷിമാരെയും ഭക്തരെയും അവൻ ക്രൂരമായി പീഡിപ്പിച്ചു. കാശിയുടെ പുണ്യഭൂമി ചോര കൊണ്ട് നനഞ്ഞു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഗജാസുരൻ സാക്ഷാൽ മഹാദേവനെ തന്നെ വെല്ലുവിളിച്ചു. അചഞ്ചലമായ ധ്യാനത്തിലായിരുന്ന മഹാദേവന്റെ നയനങ്ങൾ പതുക്കെ തുറന്നു. അതൊരു പ്രളയത്തിന്റെ തുടക്കമായിരുന്നു. ശാന്തനായ ഭഗവാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഭയാനകനായ സംഹാരരുദ്രനായി മാറി. കാശിയുടെ മണ്ണിൽ വച്ച് ആ മഹാപോരാട്ടം നടന്നു. ആകാശത്തെ പിടിച്ചു കുലുക്കുന്ന ഗർജനങ്ങളുമായി ഗജാസുരൻ ആഞ്ഞടിച്ചു. തന്റെ തുമ്പിക്കൈ കൊണ്ടവൻ മലകളെ തകർത്തു. എന്നാൽ കാലകാലനായ മഹാദേവന്റെ മുന്നിൽ ആ അസുരശക്തിക്ക് എത്ര നേരം നിൽക്കാൻ കഴിയും? ശിവൻ തന്റെ ത്രിശൂലം ആ അസുരന്റെ നെഞ്ചിലേക്ക് ആഴ്ത്തിയിറക്കി. മരണം മുന്നിൽ കണ്ട ആ നിമിഷത്തിൽ ഗജാസുരന്റെ ഉള്ളിലെ അഹങ്കാരം അലിഞ്ഞുപോയി. ഭഗവാന്റെ വിശ്വരൂപം കണ്ട അവനിൽ ഭക്തി ഉണർന്നു. അവൻ അവസാനമായി ഒരു അപേക്ഷ വച്ചു. പ്രഭോ, അങ്ങയുടെ കൈകളാൽ അന്ത്യം സംഭവിക്കുന്ന ഞാൻ ധന്യനാണ്. മരിച്ചു കഴിഞ്ഞാലും അങ്ങയുടെ സ്പർശനം എനിക്ക് ലഭിക്കണം. അങ്ങയുടെ ശരീരം എന്നും എൻ്റെ ഈ തോൽ കൊണ്ട് പൊതിയണം. ഭക്തന്റെ ആഗ്രഹം മാനിച്ച് വധിക്കപ്പെട്ട അസുരന്റെ തോൽ ഉരിഞ്ഞെടുത്ത് ഭഗവാൻ തന്റെ ഉടലിൽ പുതച്ചു. അന്നു മുതൽ ഭഗവാൻ കൃത്തിവാസൻ എന്നറിയപ്പെട്ടു.